കാട്ടിൽ ജീവിക്കുന്ന ഒരു രാജാവ് കുരങ്ങനെ രണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കുകയാണ്. അതിൽ ആദ്യത്തെ കുഞ്ഞ് ഭയങ്കര വീക്കായിട്ടും രണ്ടാമത് ജനിച്ച കുഞ്ഞ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുമാണ് ഇരുന്നത്. എന്നാൽ അവരുടെ നിയമം ആദ്യം ജനിക്കുന്ന കുഞ്ഞിനെ രാജാവാക്കണം എന്നായിരുന്നു. പക്ഷെ അത് ഭയങ്കര വീക്കായതുകൊണ്ട് അവനെ രാജാവാക്കിയാല് ജനങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്നു. ഇതറിഞ്ഞ കാട്ടിൽ ജീവിക്കുന്ന ഒരു മന്ത്രവാദി കുരങ്ങ് വന്നിട്ട് രാജാവിനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി. എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഫസ്റ്റ് കുഞ്ഞിനെ കൊന്നു കളഞ്ഞിട്ട് രണ്ടാമത് ജനിച്ച കുഞ്ഞിനെ രാജാവാക്കാനാണ് അത് പറഞ്ഞത്. അങ്ങനെ രാജാവിന് വേറെ വഴിയില്ലാതെ ജനിച്ച ആദ്യത്തെ കുഞ്ഞിനെ മന്ത്രിക്ക് കൊടുത്തിട്ട് അതിനെ കൊന്നുകളയാൻ പറഞ്ഞു വിടുന്നു. ശേഷം റാണിയെ ചെന്ന് നോക്കിയാല് രണ്ട് പ്രസവവും ഒരുമിച്ച് നടന്നത് കൊണ്ട് റാണി വളരെ വീക്കായിരുന്നു. അപ്പോ രണ്ട് കുഞ്ഞുങ്ങളെ നന്നായി നോക്കിക്കോണെന്നും പറഞ്ഞ് അവര് മരിച്ചു പോവാണ്. ആ സമയത്ത് തന്നെ ദുഷ്ടനായ മന്ത്രവാദി കുരങ്ങ് രണ്ടാമത് ജനിച്ച കുഞ്ഞിനെയും എടുത്തോണ്ട് ചെന്ന് ജനങ്ങളെ കാണിച്ചിട്ട് ഇവരാണ് ഇനി നമ്മുടെ രാജാവെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. അതേ സമയത്ത് തന്നെ ഒന്നാമത് ജനിച്ച കുരങ്ങനെ കൊല്ലാൻ കൊണ്ടുപോയ മന്ത്രി ഒരു മലയുടെ മേളിൽ പോയി നിൽക്കുകയാണ്. എന്നിട്ട് താഴെ നോക്കിയാൽ ഒരു കൊടൂര ചെന്നായി അവിടെ ഇരിക്കുന്നു. അതാണെങ്കിൽ കുട്ടിക്കുരങ്ങനെ തിന്നാൻ വേണ്ടി വെറു പിടിച്ച് ചാടുകയാണ്. അങ്ങനെ പറ്റിയ സമയം അതാണെന്ന് മനസ്സിലാക്കിയ മന്ത്രി കുരങ്ങൻ കുഞ്ഞിനെ താഴെ കെറിയാൻ തുടങ്ങി. പക്ഷെ കുട്ടിക്കുരങ്ങൻ മന്ത്രിയുടെ കൈ വിട്ടതേയില്ല. അങ്ങനെ ആ പിഞ്ചു കുരങ്ങനെ കണ്ട് മനസ്സലിഞ്ഞ മന്ത്രി കുരങ്ങൻ അവനെ കൊല്ലണ്ടെന്ന് വെക്കുകയാണ്. പക്ഷെ രാജാവിന്റെ വാക്കുകളെ ധിക്കരിക്കാനാവാതെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് മന്ത്രി കുരങ്ങൻ മുഖം തിരിച്ചിട്ട് ആ കുട്ടിക്കുരങ്ങനെ താഴെ കെറിയാണ്. എന്നാൽ താഴേക്ക് വീണ കുരങ്ങന്റെ നല്ല സമയമായതുകൊണ്ട് അവൻ ഡയറക്റ്റ് താഴേക്ക് വീഴാതെ അടുത്തുള്ള ഇലകളിലൊക്കെ തട്ടി പതിയെ താഴേക്ക് എത്തി ഒരു മരവള്ളിയിൽ കുടുങ്ങി പോവാണ്. എന്നാൽ മരവള്ളിക്ക് കുട്ടിക്കുരങ്ങന്റെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ അവൻ നേരെ ചെന്നായുടെ വായിലേക്ക് ചെന്ന് വീഴുന്നു. എന്നാൽ ചെന്നായുടെ ഒറ്റപ്പല്ല് കുട്ടിക്കുരങ്ങന്റെ കയ്യിൽ ടച്ച് ആയതും അതിന്റെ പല്ല് പൊട്ടിപ്പോവാണ്. ആ സമയത്ത് ഒരു മൂക്കം കുരങ്ങൻ അവിടേക്ക് വന്ന് കുട്ടിക്കുരങ്ങനെ രക്ഷിക്കുന്നു. ശേഷം മൂക്കം കുരങ്ങൻ ആ കുട്ടിക്കുരങ്ങനെ വളർത്താൻ തുടങ്ങി. ഇപ്പൊ അവൻ വളർന്ന് വലുതായിരിക്കുകയാണ്. എന്നാ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുഞ്ഞിന് അവന്റെ കൈക്ക് പരിക്ക് പറ്റിയത് കാരണം ഒറ്റയ്ക്ക് ഒരു മരത്തിൽ അവന് തൂങ്ങി പോവാൻ പറ്റില്ല. അതിനൊരാളുടെ സഹായം വേണം. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുട്ടിക്കുരങ്ങൻ ഒരു ബുദ്ധിശാലിയായിരുന്നു. ഇലകൾ വെച്ച് ഫാൻ ഉണ്ടാക്കുക, കുടിവെള്ളത്തിന് വേണ്ടി മെഷീൻ ഉണ്ടാക്കുക, ഇതൊക്കെ അവന് നിഷ്പ്രയാസം പറ്റും. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം കുരങ്ങന്മാര് ബോൾ കളിച്ചുകൊണ്ടിരുന്നപ്പോ ബോൾ ഒരു ഹോളിലേക്ക് വന്ന് വീഴാണ്. അപ്പൊ കളിച്ചുകൊണ്ടിരുന്ന കുരങ്ങന്മാര് ബോൾ ഇനി എങ്ങനെ എടുക്കുമെന്ന് ആലോചിച്ചിരിക്കുന്നു. ആ സമയത്ത് അവിടേക്ക് നമ്മുടെ ജീനിയസ് കുരങ്ങൻ വരികയാണ്. എന്നിട്ട് അവനൊരു കമ്പെടുത്ത് വാക്യൂം പോലെ റെഡിയാക്കിയിട്ട് ഈസി ആയിട്ട് ബോൾ ഹോളിൽ നിന്ന് എടുക്കുന്നു. ഇത് കണ്ട് മറ്റു കുരങ്ങന്മാര് അന്തം വിട്ട് പോവാണ്.